അത്യധികം കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയാണിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മത്സരരംഗത്തുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തി നോട്ടയ്ക്ക് ലഭിച്ച വോട്ടുകൾ എണ്ണണമെന്ന ആവശ്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചാണ് ഈ ആവശ്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചത്. നോട്ടയ്ക്കാണ് കൂടുതൽ വോട്ടുകൾ ലഭിച്ചതെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യത്തിലും സുപ്രീംകോടതി വാദം കേൾക്കും. വിധി സെന്റർ ഫോർ ലീഗൽ പോളിസി എന്ന സംഘടനയാണ് ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മത്സരരംഗത്തുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തി നോട്ടയ്ക്ക് ലഭിച്ച വോട്ടുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത്. മത്സരരംഗത്തുള്ള ഏക സ്ഥാനാർത്ഥിയെ തങ്ങളുടെ പ്രതിനിധിയായി നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കുന്നതിനോട് ഭൂരിഭാഗം വോട്ടർമാർക്കും താൽപ്പര്യമില്ലെങ്കിൽ അവർ നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തില്ലേ എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. അതിനാൽ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കൗതുകകരവും പ്രധാനപ്പെട്ടതുമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ വിരളമായി മാത്രമാണ് ഒരു സ്ഥാനാർത്ഥി മാത്രം മത്സരരംഗത്ത് അവശേഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. 1951 ശേഷം 9 തവണ മാത്രമാണ് എതിർ സ്ഥാനാർത്ഥികളില്ലാതെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതെന്ന് കമ്മീഷൻ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി. 1991 ശേഷം ഒരു തവണ മാത്രമാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മത്സരരംഗത്തുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തി നോട്ടയ്ക്ക് ലഭിച്ച വോട്ടുകൾ എണ്ണണമെന്ന ആവശ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ശക്തമായി എതിർത്തു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാനാണ് സുപ്രീംകോടതി തീരുമാനിച്ചത്.